അതിവേഗ റെയിൽ സംബന്ധിച്ച് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി UDF സർക്കാർ അംഗീകരിച്ചാൽ എതിർക്കുമെന്ന് കെ റെയിൽ വിരുദ്ധ ജനകീയ സമിതി. അശാസ്ത്രീയവും യുക്തിരഹിതവുമായ പദ്ധതിയാണ് ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും സമരസമിതി പറഞ്ഞു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ എന്തുകൊണ്ട് സിൽവർ ലൈനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇ ശ്രീധരൻ സമാനമായ ഒരു പദ്ധതിയുമായി വന്നാൽ അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു പഠിക്കാൻ അദ്ദേഹം വായിച്ചു പോലും നോക്കാതെ അദ്ദേഹം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അവർ 3 ആഴ്ചക്കുള്ള റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ ഞങ്ങൾക്കൊരു മുൻവിധിയുടെയും വിഷയമില്ല. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ആണ് ചെയ്യുന്നത്. ജോയി, അതിവേഗ റെയിൽപാത പദ്ധതി ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി അതിനെ എതിർക്കുമെന്ന് തന്നെയല്ലേ ഇപ്പോഴും മനസ്സിലാവുന്നത്? അതിവേഗ പദ്ധതിക്കെതിരെ വിമർശനവുമായി അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേരള വിരുദ്ധ ജനകീയ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതി യുക്തിരഹിതമായ പദ്ധതിയാണ്. അതായത് ഈ റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ആവശ്യം അടിസ്ഥാനപരമായ വികസനമാണ്. അത് ഈ വികസനം നടത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ ഗുണഭോക്താക്കളായി സാധാരണക്കാരും ഉണ്ടാകണം. അതായത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇതിനാവശ്യം. അതുപോലെ തന്നെ നിലവിലുള്ള ഈ സംവിധാനങ്ങൾ, റെയിൽവേ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. അല്ലാണ്ട് ഇത്തരത്തിൽ വലിയ മുടക്കുമുതൽ അല്ലെങ്കിൽ വലിയ ചിലവുള്ള പദ്ധതിയല്ല ആവശ്യം. കാരണം ഈ അതിവേഗ റെയിൽ പദ്ധതിക്ക് ഏകദേശം 1,20,000 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാരിസ്ഥിതികമായ ഒരുപാട് ആഘാതങ്ങളും അതുപോലെ തന്നെ ഈ പാത ഇരട്ടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ഈ ജനകീയ സമിതി ആരോപിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് പകരം ഈ ശാസ്ത്രീയപരമായി ഈ പദ്ധതിയെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി ശാസ്ത്രീയപരമായ കാര്യങ്ങൾ കൂടി പഠിച്ച ശേഷം മാത്രം വേണം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഈ പദ്ധതി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഈ മുന്നോട്ട് വെച്ച ഈ പദ്ധതിക്ക് UDF സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞാൽ അതിനെയും ശക്തമായ രീതിയിൽ എതിർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സമിതി മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ സമിതി പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരിക്കലും അംഗീകരിക്കാൻ ആവില്ല. കാരണം ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇതിന്റെ ഗുണഭോക്താക്കളാകും അല്ലെങ്കിൽ ഇത് അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുകയല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പാത ഇരട്ടിപ്പിക്കലും അല്ലെങ്കിൽ ഈ അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ പാതയുടെ 20% അധികം ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ ഏകദേശം 1,200-ലധികം റോഡുകളും അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെയൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ ഇതൊക്കെ കൂടി പരിഗണിച്ച് വേണം അല്ലെങ്കിൽ സാധാരണക്കാരെയും അതുപോലെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഭാവിയും ഒക്കെ ഉൾപ്പെടുത്തി വേണം, ഭാവിയും കൂടി പരിഗണിച്ച് വേണം ഇത്തരത്തിലൊരു. എന്തായാലും പദ്ധതി ഏത് സർക്കാർ മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കുമെന്ന് തന്നെയാണ് സമരസമിതി പറയുന്നത്. ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത്.